നമ്മുടെ +1 ഏറ്റവും അവസാനത്തെ സുവോളജിയുടെ ചാപ്റ്റർ ആണ് കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ. അപ്പൊ ഈ ചാപ്റ്റർ എന്ത് ചെയ്യണം, നമുക്ക് ഇന്ന് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിന്റെ ക്വസ്റ്റ്യൻസും നാളെ ഒരു അരമണിക്കൂർ ഇതിന്റെയും പിന്നെ ബാക്കിയുള്ള ഇതിന്റെയൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. അത് കഴിഞ്ഞ് നമുക്ക് ½ എന്ത് ചെയ്യാം, ടെസ്റ്റ് ഇടാം. അത് കഴിഞ്ഞിട്ട് ആ ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് നാളെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞതില് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ബോഡിയുടെ കോർഡിനേഷൻ നടത്തുന്നത് മെയിൻ ആയിട്ടും 2 സിസ്റ്റംസ് അവരാണ് അത് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ബോഡിയുടെ കോർഡിനേഷൻ ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മുടെ ബോഡിനെ അല്ലെ. അപ്പം അതിൽ മെയിൻ ആയിട്ട് ഉള്ള ഒന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത്. നെർവസ് സിസ്റ്റം നമ്മൾ നോക്കിക്കഴിഞ്ഞു. അപ്പം ബാക്കിയുള്ളത് ഏതാണ് ഇനി? എൻഡോക്രൈൻ സിസ്റ്റം ആണ് അല്ലെ. എൻഡോക്രൈൻ സിസ്റ്റം ആണ് ഇനി ബാക്കിയുള്ളത്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? അവര് കെമിക്കൽ സബ്സ്റ്റൻസസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മുടെ എന്താണ് ബോഡിയുടെ കോർഡിനേഷന് വേണ്ടിയിട്ട് അതിനുപയോഗിക്കുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നവരാണ് ആര്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് അല്ലെങ്കിൽ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്ന ആൾക്കാർ. എന്തുകൊണ്ടാണ് ഈ ഒരു എൻഡോക്രൈനും ഉണ്ട് എക്സോക്രൈൻ ഗ്ലാൻഡ്സും ഉണ്ട് അല്ലെ. എന്താണ് ഈ എക്സോക്രൈൻ ഗ്ലാൻഡ്സിൽ നിന്നും എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ വ്യത്യസ്തമാക്കുന്നത്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സിൽ എന്തില്ല, ഡെക്സ് അല്ലെങ്കിൽ അതുപോലെയുള്ള ട്രാക്റ്റുകൾ ഒന്നുമില്ല. അവർ ഡയറക്റ്റ് ആയിട്ട് ഈ കെമിക്കൽ സബ്സ്റ്റൻസിനെ എങ്ങോട്ട് ബ്ലഡിലേക്കൊക്കെ ബ്ലഡ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിനായിട്ട് ഒരു ട്രാക്ട് അല്ലെങ്കിൽ ഡെക്സ് ഒന്നും എന്തില്ല, എൻഡോക്രൈൻ ഗ്ലാൻഡ്സിന് കാണുന്നില്ല. ഓക്കെ, ഈ കെമിക്കൽ സബ്സ്റ്റൻസസിനെ നമ്മൾ എന്താ പറയുന്നത്? ഹോർമോൺസ് ആണ് പറയുന്നത് അല്ലെ. ഈ എൻഡോക്രൈൻ സിസ്റ്റം പ്രൊഡ്യൂസ് ചെയ്യുന്ന കെമിക്കൽ സബ്സ്റ്റൻസിനെ നമ്മൾ ഹോർമോൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം ഹോർമോൺസ് എന്ന് പറയുന്നത് എന്താണ്? നോൺ ന്യൂട്രിയന്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. അത് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. പിന്നെ അവര് ഒരുപാട് എമൗണ്ട് ഒന്നും എന്ത് ചെയ്യുന്നില്ല, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. ഒരു കുറച്ച് എമൗണ്ട് മാത്രം, അതിന് ആവശ്യമുള്ള എമൗണ്ട് മാത്രം എന്ത് ചെയ്യുന്നുള്ളൂ, പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. ഹോർമോൺസ് എന്ന് പറഞ്ഞാല് നോൺ ന്യൂട്രിയന്റ് ആയിട്ടുള്ള കെമിക്കൽസ് ആണ്. ഇന്റർസെല്ലുലാർ മെസ്സഞ്ചേഴ്സ് ഒക്കെ ആയിട്ടാണ് അവർ ആക്ട് ചെയ്യുന്നത്. അവര് അധികം ഒന്നും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, ഒരു കുറച്ച് എമൗണ്ടിൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പൊ മെയിൻ ആയിട്ട് നമ്മളിപ്പോ നേരത്തെ ന്യൂറൽ സിസ്റ്റം പഠിച്ചിട്ടുണ്ടായിരുന്നു. എൻഡോക്രൈൻ സിസ്റ്റവും ഈ നെർവസ് സിസ്റ്റവും തമ്മിൽ ഒന്ന് കമ്പാരിസൺ അല്ലെങ്കിൽ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് വരുന്നത് നോക്കിക്കഴിഞ്ഞാൽ, ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് അക്കോർഡിംഗ് ടു ഇമ്പൾസ്. ഇമ്പൾസിന് അക്കോർഡിംഗ് ആയിട്ടാണ് എന്ത് ന്യൂറൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അല്ലെ. നെർവ് ഇമ്പൾസ് കൊണ്ടാണ് അതിങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റം ആണ് എന്തെന്ന് പറയുന്നത്? ന്യൂറൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമ്മൾ എൻഡോക്രൈൻ നോക്കുവാണെങ്കിൽ ഇതിവിടെ കാരിഡ് ഔട്ട് അവര് എങ്ങനെയാണ് ചെയ്യുന്നത്? കെമിക്കൽസ് ആയിട്ടുള്ള ഹോർമോൺസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കോർഡിനേഷൻ നടത്തുന്നത്. ഇമ്പൾസസ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? നെർവ് ഫൈബർ അല്ലെ. നെർവ് ഫൈബറിലൂടെയാണ് ഇമ്പൾസസ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഹോർമോൺസ് എങ്ങനെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത്? അത് ബ്ലഡിലൂടെയാണ്. അതിന് ട്രാക്ടോ ഡെക്സോ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അത് ഡയറക്റ്റ് ആയിട്ട് ബ്ലഡിലേക്കാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് അല്ലെ. അപ്പൊ ഹോർമോൺസ് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഏതിലൂടെയാണ്? ബ്ലഡിലൂടെയാണ്. പിന്നെ കോർഡിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫാസ്റ്റ് ആയിരിക്കും ബട്ട് ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും അല്ലെ. ഫാസ്റ്റ് ആയിട്ട് നടക്കും, ഷോർട്ട് ലിവ്ഡ് ആയിരിക്കും. ഇനി കെമിക്കൽ കോർഡിനേഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഹോർമോൺസ് വഴിയുള്ള കോർഡിനേഷൻ എങ്ങനെയായിരിക്കും? സ്ലോ ആയിട്ടാണ് നടക്കുക. കാരണം ഏതെങ്കിലും ഗ്ലാൻഡ്സ് അതൊക്കെ ആക്ടിവേറ്റ് ആയി അവിടുന്ന് അതിനെ സെക്രീറ്റ് ചെയ്യാൻ ഉള്ള മെസ്സേജ് കൊടുത്ത് അവിടെ വേറൊരു ഗ്ലാൻഡിൽ ചിലപ്പോൾ വേറൊരു ഗ്ലാൻഡിലായിരിക്കും സെക്രീറ്റ് ചെയ്യുന്നത്. അത് സെക്രീറ്റ് ചെയ്തു ബ്ലഡിലൂടെ അതിന്റെ ടാർഗറ്റ് സെല്ലിൽ അല്ലെ ഓർഗനിൽ എത്തി അവിടെ അതൊരു എന്തുണ്ടാക്കണം? ഒരു റെസ്പോൺസ് ഉണ്ടാക്കണം അല്ലെ. അപ്പൊ അതെന്താണ്? ഒരു സ്ലോ ആയിട്ടുള്ള പ്രോസസ് ആണ്. പക്ഷെ കുറെ നേരം അതിന്റെ എഫക്റ്റ് നിൽക്കും. എഫക്റ്റ് എന്തുണ്ടാവും? ഈ ഒരു ന്യൂറൽ സിസ്റ്റത്തിലുള്ള ഒരു നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് അതിന്റെ എഫക്റ്റിനെക്കാട്ടും കൂടുതൽ നേരം എന്തുണ്ടാവും? ഈ ഒരു കെമിക്കൽ കോർഡിനേഷന്റെ എഫക്റ്റ് അല്ലെങ്കിൽ ഒരു ഹോർമോൺസിന്റെ എഫക്റ്റ് നിലനിൽക്കും.
നമ്മള് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ എന്തൊക്കെ കാണാൻ പറ്റും? ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഹൈപ്പോതലാമസ് പ്ലസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്, പിന്നെ എൻഡോക്രൈൻ ടിഷ്യൂസ് ആൻഡ് സെൽസ്. ഇത് മൂന്നും കൂടി ചേർന്നിട്ടാണ് എന്ത് ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിട്ടുള്ളത്. ഹ്യൂമൻ എൻഡോക്രൈൻ സിസ്റ്റത്തിൽ ഹൈപ്പോതലാമസ് ഉണ്ട്, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ഉണ്ട്, എൻഡോക്രൈൻ ടിഷ്യൂസ് ഉണ്ട്, സെൽസും ഉണ്ട്. ടിഷ്യൂസ് അല്ലെങ്കിൽ സെൽസ് ഉണ്ട്. അപ്പം നമ്മൾ ഹ്യൂമനിലുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എടുത്ത് നോക്കുവാണെങ്കിൽ ഏതൊക്കെയാണ് കാണുന്നത്? ഹൈപ്പോതലാമസ് ഉണ്ട്, പിറ്റ്യൂട്ടറി ഉണ്ട്, പീനിയൽ ഉണ്ട്, തൈറോയിഡ്, പാരാതൈറോയിഡ്, തൈമസ്, അഡ്രിനൽ, പാൻക്രിയാസ് അല്ലെ. ഇത് മാത്രമല്ല ഗൊണാഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത് ഏതാണ്? ഗൊണാഡ്സ് എന്ന് പറയുമ്പം ടെസ്റ്റിസും ഉണ്ട്, പിന്നെ എന്താണ് ഓവറിയും ഉണ്ട് അല്ലെ. മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്സ് അതിനെയാണ് എന്ത് പറയുന്നത്? മെയിൽ എന്നല്ല, റീപ്രൊഡക്റ്റീവ് പാർട്സിനെയാണ് ഗൊണാഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയിട്ടുള്ള ടെസ്റ്റിസും ഉണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ആയിട്ടുള്ള ഓവറിയും ഉണ്ട്. അവരും എന്ത് ചെയ്യുന്നുണ്ട്? എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആയിട്ട് ആക്ട് ചെയ്തിട്ട് ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് എന്ത് ഹ്യൂമൻസിൽ കാണുന്ന എന്ത് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഹൈപ്പോതലാമസും എൻഡോക്രൈൻ ഗ്ലാൻഡ്സും അല്ലാതെ ചില ടിഷ്യൂസും സെൽസും എന്ത് ചെയ്യുന്നുണ്ട്? ഇതുപോലെ ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എവിടെയൊക്കെയാണ് അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ഏട്രിയൽ വാളില് ശരിക്കും നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മള് പഠിച്ചിട്ടുണ്ടായിരുന്നു മുമ്പത്തെ ചാപ്റ്ററിൽ. ഏട്രിയൽ വാളില്, ഹാർട്ടിന്റെ വാളിൽ എന്തുണ്ടാവുന്നുണ്ട്? അവര് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് അപ്പാരറ്റസ് അവരെന്ത് ചെയ്യുന്നുണ്ട്? കിഡ്നിയിലുള്ള ജെക്സ്ട്രാ ഗ്ലോമറുലാർ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ചില എൻഡോക്രൈൻ സെൽസ് ഉണ്ട്. എവിടെയൊക്കെയാണ്? ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റില്, ലിവറിലൊക്കെയാണ് അവർ കാണുന്നത്. ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിലും ലിവറിലും ഒക്കെയാണ് അവരെ കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റിലുള്ള ആളെ എടുത്തു നോക്കുകയാണ്. ഏതാണ്? ഹൈപ്പോതലാമസ് അല്ലെ. ഹൈപ്പോതലാമസ് ആണ് ഇതിൽ ഫസ്റ്റ് വരുന്നത്. അപ്പൊ നമ്മൾ അവരെടുത്ത് നോക്കുകയാണ്. ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ അവിടെ എവിടെയാണ് കാണുന്നത്? ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ഫോർബ്രെയിന്റെ ബേസൽ പാർട്ടിലാണ് ഹൈപ്പോതലാമസിനെ കാണുന്നത്. ഫോർബ്രെയിന്റെ ബേസൽ പാർട്ടിലാണ് ഹൈപ്പോതലാമസിനെ നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ അതിൽ എന്തുണ്ട്? ന്യൂറോ സെക്രീറ്ററി സെൽസ് കാണുന്നുണ്ട്. അതിനെന്താ പറയുക? ന്യൂക്ലിയായി എന്നാണ് പറയുന്നത്. അവരാണ് എന്ത് ചെയ്യുന്നത്? ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആരാണ്? ന്യൂറോ സെക്രീറ്ററി സെൽസ് ആണ് ന്യൂക്ലിയായി എന്ന് പറയുന്നത്. തലാമസിൽ ഉള്ളതാണ്. ഈ ഒരു ഹോർമോൺസ് എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് റെഗുലേറ്റ് ചെയ്യുകയും സിന്തസിസ് ചെയ്യുകയും ചെയ്യും. എന്തിന്റെ? പിറ്റ്യൂട്ടറി ഹോർമോൺസിനെ റെഗുലേറ്റ് ചെയ്യുക, സിന്തസിസ് ചെയ്യുക, സെക്രീഷൻ നടത്തുക. ഇതൊക്കെ ആരുടെ റോൾ ആയിരിക്കും? ഈ ഒരു ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ഒരു ഹോർമോൺസിന്റെ റോൾ ആയിരിക്കും. ഓക്കെ, നമ്മള് ഹോർമോൺസ് ഓഫ് ഹൈപ്പോതലാമസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് മെയിൻ ആയിട്ട് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ കാണാൻ പറ്റും? റിലീസിങ് ഹോർമോൺസ് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും കാണാൻ പറ്റും. ഏതൊക്കെയാണ്? റിലീസിങ് ഹോർമോൺസും കാണാൻ പറ്റും, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസും കാണാൻ പറ്റും. റിലീസിങ് ഹോർമോൺ എന്ന് പറഞ്ഞാല് ഈ GnRH എന്ന് പറഞ്ഞിട്ടുള്ള, നിങ്ങൾ എന്തിൽ പഠിച്ചിട്ടുണ്ട്? നിങ്ങളെ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാപ്റ്ററിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. GnRH എന്ന് പറഞ്ഞിട്ടുള്ള ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ്. ആ പേരിലുള്ളത് പോലെ തന്നെ എന്താണ്? ഗൊണാഡോട്രോപ്പിൻസിന്റെ റിലീസിന്, അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഹോർമോൺസ് ആര്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺ. അവരല്ല ഗൊണാഡോട്രോപ്പിൻസിന്റെ റിലീസിന് കാരണമാകുന്ന, അല്ലെങ്കിൽ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഗൊണാഡോട്രോപ്പിൻ റിലീസിങ് ഹോർമോൺസ്. ഓക്കെ, ഇൻഹിബിറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് പറയുന്നത്? സൊമാറ്റോസ്റ്റാറ്റിൻ എന്നാണ് പറയുന്നത്. എന്താണ് സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് എന്താണ് ചെയ്യുന്നത്? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ ഗ്രോത്ത് ഹോർമോൺസിനെ അതിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അവരെ ഇൻഹിബിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. എന്തിനെ? ഗ്രോത്ത് ഹോർമോൺസിനെ. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ നിന്നുള്ള ഗ്രോത്ത് ഹോർമോൺസിന്റെ പ്രൊഡക്ഷനെ അല്ലെങ്കിൽ അതിന്റെ റിലീസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്?
സൊമാറ്റോസ്റ്റാറ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇൻഹിബിറ്ററി ഹോർമോൺസ്. ഇതിൽ ശരിക്ക് ഈ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നുണ്ട്? ഹോർമോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ അതിൽ പറയാം. ഇവര് രണ്ട് പ്രധാനപ്പെട്ട ഹോർമോൺസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ഒരു ഹൈപ്പോതലാമസ് എന്ന് പറയുമ്പോൾ എന്താണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറിനെ പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണക്ട് ചെയ്യുന്നത്. പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വെച്ചിട്ടാണ് ആന്റീരിയർ പിറ്റ്യൂട്ടറിയുമായിട്ട് ഇവർക്കൊരു കണക്ഷൻ വരുന്നത്. ഇനി പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈപ്പോതലാമസിന്റെ അണ്ടർ കൺട്രോളിലായിരിക്കും. ഓക്കെ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഹൈപ്പോതലാമസിന്റെ അണ്ടർ കൺട്രോളിലാണുള്ളത്. പക്ഷെ ആന്റീരിയർ പിറ്റ്യൂട്ടറിയുമായിട്ട് കണക്ഷൻ വരുന്നത് എങ്ങനെയാണ്? പോർട്ടൽ സർക്കുലേറ്ററി സിസ്റ്റം വഴിയാണ്. ഓക്കെ, നമ്മള് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറയുന്നത്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എവിടെയാ കാണുന്നത് അല്ലെങ്കിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോണി ക്യാവിറ്റി ഉണ്ട്. ഓക്കെ, ഒരു ബോണി ക്യാവിറ്റി ഉണ്ട്. എന്താണ് അതിന് പറയുന്നത്? സെല്ല ടേഴ്സിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോണി ക്യാവിറ്റി. ഓക്കെ, എന്താണ്? സെല്ല ടേഴ്സിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോണി ക്യാവിറ്റിയിലാണ് എന്ത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ കാണുന്നത്. ഇവര് ഹൈപ്പോതലാമസുമായിട്ട് ഒരു സ്റ്റോക്ക് വഴി അറ്റാച്ച്മെന്റ് ഉണ്ട്. ഓക്കെ, ഹൈപ്പോതലാമസുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന എന്ത് വഴിയാണ്? സ്റ്റോക്ക് വഴിയാണ്. സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനം കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഹൈപ്പോതലാമസുമായിട്ട് ഇതിനൊരു അറ്റാച്ച്മെന്റ് ഉണ്ട്. എവിടെയാണ് കാണുന്നത്? സെല്ല ടേഴ്സിക്ക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോണി ക്യാവിറ്റിയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കുമ്പോ ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ എന്തായിട്ട് രണ്ടായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഡിവിഷൻസിൽ ഫസ്റ്റ് വരുന്നത് ഏതാണ്? അഡിനോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിവിഷൻ ആണ്. ഓക്കെ, എന്താണ് അഡിനോ ഫൈസിസ്? പിന്നെ ഉള്ളത് ഏതാണ്? ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടാമതൊരു ഡിവിഷൻ. ഓക്കെ, അഡിനോ ഹൈപ്പോഫൈസിസും ന്യൂറോ ഹൈപ്പോഫൈസിസുമായിട്ട് അതിനെ എന്ത് ചെയ്യാം? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി നമ്മൾ അഡിനോ ഹൈപ്പോഫൈസിസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്തുണ്ട്? പിറ്റ്യൂട്ടറിക്ക് ആന്റീരിയർ പിറ്റ്യൂട്ടറി, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി, പിന്നെ അങ്ങനെ കുറെ പാർട്സ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് അല്ലെ? അഡിനോ ഹൈപ്പോഫൈസിസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എന്ത്? പാസ് ഡിസ്റ്റാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ട് ഉണ്ട്. അതിനെയാണ് ശരിക്കും എന്ത് പറയുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത് എന്താണ്? പാസ് ഡിസ്റ്റാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള അഡിനോ ഹൈപ്പോഫൈസിസിന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, അഡിനോ ഹൈപ്പോഫൈസിസിന്റെ പാർട്ടായിട്ടുള്ള പാസ് ഡിസ്റ്റാലിസിനെയാണ് എന്ത് പറയുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. ഇനി രണ്ടാമതുള്ളത് എന്താണ്? പാസ് ഇന്റർമീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഓക്കെ, അപ്പം അഡിനോ ഹൈപ്പോഫൈസിസിനെ പാസ് ഡിസ്റ്റാലിസ് അല്ലെങ്കിൽ ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്നും പിന്നെ പാസ് ഇന്റർമീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, തിരിച്ചിട്ടുണ്ട്. അപ്പൊ ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് അല്ലെങ്കിൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ഇത്രയും ഇവിടെ കൊടുത്തിട്ടുള്ളത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഗ്രോത്ത് ഹോർമോൺ അല്ലെ? ഗ്രോത്ത് ഹോർമോണിനെ എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നത്? ആന്റീരിയർ പിറ്റ്യൂട്ടറിയിലാണ്. ഓക്കെ, ആന്റീരിയർ പിറ്റ്യൂട്ടറി ആണ് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും. ഓക്കെ, പിന്നെ ഏതാണുള്ളത്? പ്രൊലാക്റ്റിൻ ഉണ്ട്. ആന്റീരിയർ പിറ്റ്യൂട്ടറിയിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ഹോർമോൺസ് ഏതൊക്കെയാണ്? ഗ്രോത്ത് ഹോർമോൺസ് ഉണ്ട്, പ്രൊലാക്റ്റിൻ ഉണ്ട്, പിന്നെ ഏതാ? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഉണ്ട്. പിന്നെ ഏതാ? അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺസ് ഉണ്ട്. പിന്നെ ലൂട്ടിനൈസിങ് ഹോർമോൺ LH, പിന്നെ FSH ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. ലൂട്ടിനൈസിങ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പൊ ഏതൊക്കെയാണ്? ഈ ആറെണ്ണം എവിടെ നിന്നാണ്? ആന്റീരിയർ പിറ്റ്യൂട്ടറി അല്ലെങ്കിൽ പാസ് ഡിസ്റ്റാലിസ് എന്ന് പറഞ്ഞിട്ടുള്ള റീജിയനിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടുന്ന ഹോർമോൺസ് ആണ്. ഇതാണ് ഗ്രോത്ത് ഹോർമോൺ, പ്രൊലാക്റ്റിന്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോ കോർട്ടിക്കോട്രോപിക് ഹോർമോൺ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ, പിന്നെ ഏതാ? ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അതെന്താ? LH ഉം FSH ഉം. ഇനി പാസ് ഇന്റർമീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു അഡിനോ ഹൈപ്പോഫൈസിസിന്റെ രണ്ടാമത്തെ പാർട്ടിൽ നിന്ന് അവിടെ നിന്ന് എന്താണ് ഇതാക്കുന്നത്?
അവിടെ നിന്ന് അവര് റിലീസ് ചെയ്യുന്ന എന്താണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ MSH എന്ന് പറഞ്ഞിട്ടുള്ള മെലാനോ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എവിടുന്നാണ് പാസ് ഇന്റർമീഡിയയിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെയാണ് ഉണ്ടാവുന്നത്. അപ്പം അതെന്താ ചെയ്യുന്നത് വെച്ചാല് സ്കിന്നിന്റെ പിഗ്മെന്റേഷന് ഇതാക്കുന്നത് ആരാണ്? അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് ആണ്. ഓക്കെ, സ്കിന്നിന്റെ പിഗ്മെന്റേഷനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. അത് എവിടെ നിന്നാണ് റിലീസ് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ്? പാസ് ഇന്റർമീഡിയ, നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ അഡിനോ ഹൈപ്പോഫൈസിസിലുള്ള ഒരു പാർട്ട് ആയിട്ടുള്ള പാസ് ഇന്റർമീഡിയൽ നിന്നാണ് എന്ത് MSH എന്ന് പറയുന്ന മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഇനി നമ്മള് രണ്ടാമത്തെ അഡിനോ ഹൈപ്പോഫൈസിസ് കഴിഞ്ഞു. അതിന്റെ രണ്ടാമത്തെ പാർട്ട് ഏതാണ്? ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണ് അല്ലെ. ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുമ്പോൾ അതിന് വേറെ രണ്ട് പേരും കൂടി നമുക്ക് പറയാം. എന്താണ്? പാസ് നെർവോസ എന്ന് പറയാം, അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. ഓക്കെ, പാസ് നെർവോസ എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്നും പറയാം. പാസ് നെർവോസ അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി. അത് ന്യൂറോ ഹൈപ്പോഫൈസിസ് ആണ് അല്ലെ. ന്യൂറോ ഹൈപ്പോഫൈസിസിൽ എന്താ മെയിൻ ആയിട്ട് ഇവിടെ ഓക്സിറ്റോക്സിനും വാസോപ്രസിനും കാണുന്നുണ്ട് അല്ലെ. പക്ഷേ ഈ ഓക്സിറ്റോക്സിനും വാസോപ്രസിനും നിങ്ങൾ ഓർത്ത് വെക്കേണ്ട എന്താണെന്ന് വെച്ചാല് ഇവർ ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഹൈപ്പോതലാമസിലാണ്. ഓക്കെ, ഇത് ശരിക്കും ഹൈപ്പോതലാമിക് ഹോർമോൺസും കൂടിയാണ്. കാരണം എന്താ? അവർ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഹൈപ്പോതലാമസിലാണ്. നമുക്ക് വേണമെങ്കിൽ ഇവരെന്തായാലും ഹൈപ്പോതലാമസിലും കൂടി എഴുതണം. കാരണം എന്താ? അവര് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഹൈപ്പോതലാമസിലാണ്. പക്ഷേ സ്റ്റോർ ചെയ്യപ്പെടുന്നതും അതുപോലെ റിലീസ് ചെയ്യപ്പെടുന്നതും എവിടെ നിന്നാണ്? പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി റീജിയനിൽ നിന്നാണ്. ഓക്കെ, പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഹൈപ്പോതലാമസിലാണ്. ഹൈപ്പോതലാമസിൽ നിന്ന് അത് എവിടെ വന്ന് നിൽക്കും? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ റീജിയനിൽ, പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആ റീജിയനിൽ എന്ത് ചെയ്ത് കിടക്കും? അവിടെ സ്റ്റോർ ചെയ്ത് കിടക്കും. ഓക്കെ, എന്നിട്ട് പിന്നെ അതിന്റെ ആക്ഷൻ വരുമ്പം എന്താണ്? ഹൈപ്പോതലാമസ് ആക്ടിവേറ്റ് ചെയ്യും. ഈ ഒരു ഇതിന്റെ റിലീസിനെ ആക്ടിവേറ്റ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ ഇവര് സ്റ്റോർ ചെയ്യപ്പെടുന്നതും റിലീസ് ചെയ്യപ്പെടുന്നതും എവിടെയാണ്? നമ്മുടെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലാണ്. പക്ഷെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഹൈപ്പോതലാമസിലാണ്. അപ്പം ഏതൊക്കെയാണ്? ഓക്സിറ്റോക്സിനും ആൻഡ് വാസോപ്രസിനും. ഓക്സിറ്റോക്സിൻ ആൻഡ് വാസോപ്രസിനും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അല്ലെ. നമുക്ക് എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി കേട്ടിട്ടുള്ളതുമാണ് അല്ലെ. എന്താണ്? അവര് സ്മൂത്ത് മസിൽസിൽ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. സ്മൂത്ത് മസിൽസിൽ ആക്ട് ചെയ്യുന്നുണ്ട്. മിൽക്ക് ഇജക്ഷൻ ഫ്രം മാമറി ഗ്ലാൻഡ്. മാമറി ഗ്ലാൻഡിൽ നിന്നുള്ള മിൽക്ക് ഇജക്ഷന് ആര് സഹായിക്കുന്നുണ്ട്? ഓക്സിറ്റോക്സിൻ സഹായിക്കുന്നുണ്ട്. പിന്നെ സ്മൂത്ത് മസിൽസിൽ ആക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ എവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഓക്സിറ്റോക്സിന്റെ അല്ലെങ്കിൽ സ്മൂത്ത് മസിൽസിന് ആക്ട് ചെയ്ത് അതിനെ കുറച്ചുകൂടി എന്താ പറയാ അതിനെ ആക്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്ന വേറെ എവിടെയെങ്കിലും അറിയോ നിങ്ങൾക്ക്? അറിയാവോ? സ്മൂത്ത് മസിൽസിന് ഒരു എന്താണ് ഒരു സ്റ്റിമുലസ് കൊടുത്ത് ആ സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷൻ ഒക്കെ നടക്കുന്ന വേറെ ഏതെങ്കിലും ഒരു സ്ഥലം അറിയാവോ? ഓക്കെ, നമ്മുടെ ചൈൽഡ് ബർത്തിന്റെ സമയത്ത് എന്താണ് സ്മൂത്ത് മസിൽസ് അല്ലേ കൺട്രാക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പൊ ചൈൽഡ് ബർത്തിന്റെ ഇതിലും എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ സ്മൂത്ത് മസിൽസിന്റെ കോൺട്രാക്ഷൻ ആരാണ് സഹായിക്കുന്നത്? ഈ ഒരു ഓക്സിറ്റോക്സിൻ ആണ് സഹായിക്കുന്നത്. ഓക്കെ, പിന്നെ വാസോപ്രസിൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മുമ്പേ നോക്കിയിട്ടുണ്ടായിരുന്നു. വാസോപ്രസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ ആണ് എന്ന് നമുക്ക് അറിയാം അല്ലെ. ഡൈയൂറസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ ഇങ്ങനെ ലോസ് ആവുന്നത് അല്ലെ. യൂറിനിലൂടെ വാട്ടർ ലോസ് ആവുന്നത്. ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ ആണ് ശരിക്കും എന്ത് ചെയ്യുന്നത്? മേജർ പോർഷൻ ഓഫ് വാട്ടറിനെ നമ്മുടെ ബോഡിയിലേക്ക് തിരിച്ച് റീഅബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത്. അപ്പം നെഫ്രോണിൽ നിന്ന് വാട്ടറിനെ റീഅബ്സോർബ് സഹായിക്കുന്ന ആൾക്കാരാണ് ആര്? വാസോപ്രസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന്റി ഡൈയൂററ്റിക് ഹോർമോൺ. ഓക്കെ, അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് നോക്കുവാണെങ്കിൽ അതിനെ അഡിനോ ഹൈപ്പോഫൈസിസ്, ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. അഡിനോ ഹൈപ്പോഫൈസിസ് തന്നെ എന്താണ്? പാസ് ഡിസ്റ്റാലിസും പാസ് ഇന്റർമീഡിയ എന്ന് പറഞ്ഞിട്ട് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്.
ഈ പാസ് ഡിസ്റ്റാലിസ് ആണ് ശരിക്കും ആന്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഗ്രോത്ത് ഹോർമോൺസ്, പ്രൊലാക്റ്റിന്, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺസ്, ല്യൂട്ടൈസിങ് ഹോർമോൺ, ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്ന് പറഞ്ഞിട്ട് ഇത്രയും 6 ഹോർമോൺസിന് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഡ്യൂസ് റിലീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇനി പാസ് ഇന്റർമീഡിയറ്റ് നോക്കി കഴിഞ്ഞാൽ അവിടുന്ന് മെയിൻ ആയിട്ടുള്ള ഒരു ഇത് എന്താണ്? മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ് അല്ലെ. അത് പിഗ്മെന്റേഷനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. ഇനി മൂന്നാമത്തെ എന്ന് പറയുമ്പോൾ ന്യൂറോ ഹൈപ്പോഫൈസിസ് എന്ന് പറയുന്ന പാസ് നെർവോസ അല്ലെങ്കിൽ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഭാഗത്ത് എന്താണ്? ഓക്സിറ്റോക്സിനും വാസോപ്രസിനും സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ഈ എന്താണ് ഹൈപ്പോതലാമസ് ആണ് എന്ത് ചെയ്യുന്നത്? വാസോപ്രസിനും ഓക്സിറ്റോക്സിനും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ അത് സ്റ്റോർ ചെയ്യുന്നതും റിലീസ് ചെയ്യുന്നതും ആരാണ്? ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണ്. ഓക്സിറ്റോക്സിൻ എന്ന് പറയുമ്പോൾ സ്മൂത്ത് മസിൽസിലാണ് ആക്ട് ചെയ്യുന്നത്. അത് മാമറി ഗ്ലാൻഡ് മിൽക്ക് ഇജക്ഷന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൈൽഡ് ബർത്തിന്റെ സമയത്തൊക്കെ ആ സ്മൂത്ത് മസിൽസിന്റെ കൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ. ഇനി വാസോപ്രസിൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആന്റിഡൈയൂററ്റിക് ഹോർമോൺ ആണ്. അത് നെഫ്രോണിൽ നിന്ന് വാട്ടറിനെ റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മള് ഹോർമോണ്, അതിന്റെ ഫങ്ഷന്, അതുകൊണ്ടുണ്ടാകുന്ന ഡിസോർഡേഴ്സ് എന്താണെന്ന് നോക്കാം. ഓക്കെ. അപ്പൊ ഹോർമോൺ എന്ന് പറയുമ്പോൾ ഗ്രോത്ത് ഹോർമോൺ. ഫസ്റ്റ് ഗ്രോത്ത് ഹോർമോൺ എടുത്തു കഴിഞ്ഞാൽ അതെന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലെ. അതാണ് ഗ്രോത്ത് ഹോർമോൺ എടുത്തു കഴിഞ്ഞാൽ അത് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതുകൊണ്ടുണ്ടാകുന്ന അല്ലെ, ഈ ഗ്രോത്ത് ഹോർമോണിന്റെ കുറവ് കൊണ്ടോ അല്ലെ കൂടുതൽ കൊണ്ടോ ഉണ്ടാകുന്നത് എന്തൊക്കെയാണ്? ജൈജാൻറ്റിസവും ഉണ്ടാവും, ഡോർഫിസവും ഉണ്ടാവും അല്ലെ. ജൈജാൻറ്റിസം എന്ന് വെച്ചാൽ എന്താണ്? ഹൈപ്പർ സെക്രീഷൻ ഓഫ് ഗ്രോത്ത് ഹോർമോൺ. ഗ്രോത്ത് ഹോർമോൺ ഭയങ്കരമായിട്ട് സെക്രീറ്റ് ചെയ്യുമ്പോൾ ജൈജാൻറ്റിസം ഉണ്ടാവും. ഇനി അതിന്റെ കുറവാണെങ്കിൽ എന്തുണ്ടാവും? ഡോർഫിസം ഉണ്ടാവും. പിന്നെ ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒന്നും കൂടെ ഉണ്ട്. ഏതാണ്? അക്രോമെഗാലി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ. അക്രോമെഗാലി എന്താണ്? നമ്മളെ ഗ്രോൺ ആയിട്ടുള്ള ആൾക്കാരിലൊക്കെ ചിലപ്പം എന്താണ് ഈ ഒരു ഗ്രോത്ത് ഹോർമോൺസിന്റെ ഇൻക്രീസ് മൂലം അവരുടെ കൈയുടെ അല്ലെങ്കിൽ മുഖത്ത് എന്താണ് ഒരു ഡിസ്ഫിഗർമെന്റ് ഉണ്ടാവും അല്ലെ. കൈക്ക്, കാലിന്, ടോസിന്, പിന്നെ നമ്മുടെ ഫേസിലൊക്കെ വലുതായിട്ട് എന്താണ് ഒരു ഗ്രോത്ത് കൂടുക. അവിടെയൊക്കെ ഒരു ഗ്രോത്ത് കൂടും. ഒരു എൻലാർജ്മെന്റ് ഉണ്ടാവും. നമ്മുടെ ഡിസ്ക് ഉണ്ടാവും അല്ലെ. നോർമൽ ആയിട്ടുള്ള അതിൽ നിന്നൊരു മാറ്റം അല്ലെങ്കിൽ തടിച്ച ആ ഒരു ഇതിൽ കാണും. അതിന് എന്താണ് പറയാ? അക്രോമെഗാലി എന്നാണ് പറയാ. ചിലപ്പം എന്ത് ചെയ്യാൻ പറ്റില്ല, ആദ്യത്തെ സ്റ്റേജിലൊന്നും ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുണ്ടാവില്ല. ഓക്കെ. ചിലപ്പം ഭയങ്കര ഇതിലാണെങ്കിൽ പ്രീമേച്ചർ ഡെത്ത് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ അക്രോമെഗാലി കാരണമാകുന്നുണ്ട്. ഓക്കെ. പിന്നെയുള്ള എന്താണ്? പ്രൊലാക്റ്റിൻ ആണ് അല്ലെ. പ്രൊലാക്റ്റിൻ എന്താണ് ചെയ്യുന്നത്? മാമറി ഗ്ലാൻഡിന്റെ ഗ്രോത്തിനാണ്. പ്രൊലാക്റ്റിൻ എന്താണ് അതിന്റെ ഫംഗ്ഷൻ? മാമറി ഗ്ലാൻഡിന്റെ ഗ്രോത്ത് ആണ് അതിന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ. പിന്നെയുള്ളത് എന്താണ്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്തിനാണ്? അത് പേരിൽ തന്നെ ഉണ്ട്. എന്താണ്? തൈറോയിഡ് ഗ്ലാൻഡിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്ന് വെച്ചാൽ തൈറോയിഡ് ഹോർമോൺസ്, ആ തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺസ് എന്ന് പറയുന്നത്. പിന്നെ അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് എന്ന് പറഞ്ഞാല് അഡ്രിനൽ കോർട്ടെക്സിന്റെ സെക്രീഷൻസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അഡ്രിനോ കോർട്ടെക്സിന്റെ സെക്രീഷൻസ്, അവരുടെ ഹോർമോൺസിന്റെ സെക്രീഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ആര്? അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺസ് എന്ന് പറയുന്ന ആൾക്കാർ. പിന്നുള്ളത് ആരൊക്കെയാണ്? ഗോണാഡോട്രോപ്പിൻസ് ആണ് അല്ലെ. ഗോണാഡോട്രോപ്പിൻസ് ആണ് എന്ത്? ലൂട്ടിനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും അല്ലെ. അവരെ ഈ LH ഉം FSH ഉം ജോയിന്റ് ആയിട്ട് നമ്മൾ എന്താ പറയാ? ഗോണാഡോട്രോപ്പിൻസ് എന്നാണ് പറയാ. ഗോണാഡോട്രോപ്പിൻസ്. അപ്പം ഈ LH എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മെയിൽസില് എന്താണ് ആൻഡ്രോജൻസിന്റെ സിന്തസിസിനും സെക്രീഷനും വേണ്ടിയിട്ടാണ് എന്ത്? ലൂട്ടിനൈസിങ് ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നത്. മെയിൽസില് സിന്തസിസ് ആൻഡ് സെക്രീഷൻ ഓഫ് ആൻഡ്രോജൻസ്. ആൻഡ്രോജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൽ
മെയിൽ സെക്സ് ഹോർമോൺസ് ആണ് അല്ലെ ആൻഡ്രോജൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ സിന്തസിസും സെക്രീഷനുമാണ് ലൂട്ടീനൈസിങ് ഹോർമോൺ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഫീമെയിൽസിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാല് ഓവുലേഷനിലും പിന്നെ കോർപ്പസ് ലൂട്ടിയം ഇല്ലേ, ഓവുലേഷനിൽ ഹെൽപ്പ്, പിന്നെ ഓവുലേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ എന്തായി, ഓവൊക്കെ പോയി കഴിഞ്ഞു പിന്നെ അത് ആ ഒരു ഇതെന്താവും, കോർപ്പസ് ലൂട്ടിയം ആവും അല്ലെ. ആ കോർപ്പസ് ലൂട്ടിയത്തിന്റെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാനും ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, ഈ ഒരു LH എന്ന് പറഞ്ഞിട്ടുള്ള ലൂട്ടിനൈസിങ് ഹോർമോൺ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ FSH എന്തിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്, മെയിൽസില് സ്പെർമറ്റോജെനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്, മെയിൽസിൽ സ്പെർമറ്റോജെനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. നമ്മുടെ ഫീമെയിൽസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫോളിക്കിളിന് അതിന്റെ വളർച്ചയിൽ ഗ്രോത്തിൽ ഹെൽപ്പ് ചെയ്യുന്നത് ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ആണ്. നെക്സ്റ്റ് ഏതായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നെക്സ്റ്റ് ഒരു ഗ്ലാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തേത് ഏതാണ്, രണ്ടാമത്തെ അല്ല മൂന്നാമത്തേത് ഏതാണ്, പീനിയൽ ഗ്ലാൻഡ് ആണ് അല്ലെ. പീനിയൽ ഗ്ലാൻഡ് എവിടെയാണ് കാണുന്നത്, ഫോർബ്രെയിന്റെ ഡോർസൽ സൈഡിലാണ് കാണുന്നത്. ഓക്കെ, ഫോർബ്രെയിന്റെ ഡോർസൽ സൈഡിലാണ് പീനിയൽ ഗ്ലാൻഡിന്. അവര് മെയിൻ ആയിട്ട് എന്താണ്, മെലാറ്റോണിൻ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ആണ് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, പീനിയൽ ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, സർക്കാഡിയൻ റിതം ഇല്ലേ, സർക്കാഡിയൻ റിതം അല്ലെങ്കിൽ 24-hour റിതം നമ്മുടെ ബോഡിയുടെ സർക്കാഡിയൻ റിതം റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്, പീനിയൽ ഗ്ലാൻഡ് ആണ്. പീനിയൽ ഗ്ലാൻഡ് എവിടെയാണ്, ഫോർബ്രെയിന്റെ ഡോർസൽ സൈഡിലാണ് കാണുന്നത്. മെലാറ്റോണിൻ ആണ് മെയിൻ ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺ എന്ന് പറയുന്നത്. അത് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്, സർക്കാഡിയൻ റിതം അല്ലെങ്കിൽ 24-hour റിതം നമ്മുടെ ബോഡിയുടെ 24-hour റിതത്തിനെ റെഗുലേറ്റ് ചെയ്യുന്നതാണ്. അത് മാത്രമല്ലാതെ പിന്നെ എന്ത് ചെയ്യും, ബോഡി ടെമ്പറേച്ചറിനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മെറ്റബോളിസത്തിനെ ഇൻഫ്ലുവൻസ്, പിഗ്മെന്റേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ മെൻസ്ട്രൽ സൈക്കിള് അതുപോലെ തന്നെ ഡിഫൻസ് ക്യാപ്പബിലിറ്റീസ്, മെൻസ്ട്രൽ സൈക്കിളിനെയും ഡിഫൻസ് ക്യാപ്പബിലിറ്റീസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. മെൻസ്ട്രൽ സൈക്കിളും ഡിഫൻസ് ക്യാപ്പബിലിറ്റീസും പിഗ്മെന്റേഷനും മെറ്റബോളിസം ബോഡി ടെമ്പറേച്ചറും ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്ന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ആര്, ഈ ഒരു പീനിയൽ ഗ്ലാൻഡ് അല്ലെങ്കിൽ മെലാറ്റോണിൻ അത് പ്രൊഡ്യൂസ് ഹോർമോൺസ്. മെയിൻ ആയിട്ട് അതിന്റെ ഫംഗ്ഷൻ എന്താണ്, സർക്കാഡിയൻ റിതം റെഗുലേറ്റ് ചെയ്യാനാണ്. ഓക്കെ, നെക്സ്റ്റ് ഗ്ലാൻഡ് എന്താണ്, നെക്സ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ് അല്ലെ. തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. അതിന് നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യാം, ഏതൊക്കെ ഹോർമോൺസ് ആണുള്ളത് എന്ന് നോക്കിക്കളയാം. ഏതൊക്കെ ഹോർമോൺസ് ആണുള്ളത്, ടെട്രാ അയഡോ തൈറോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്. ടെട്രാ അയഡോ തൈറോയിഡിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ഉണ്ട്. അതിന് വേറൊരു പേരും കൂടി പറയും, എന്താണ്, തൈറോക്സിൻ എന്നും കൂടി പറയും. ടെട്രാ തൈറോണിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹോർമോൺ ഉണ്ട്. അതിന് വേറൊരു പേരും കൂടി പറയും, എന്താണ്, തൈറോക്സിൻ എന്ന് കൂടി പറയും. പിന്നെ എന്തുണ്ട്, ട്രൈ അയഡോ തൈറോണിൻ ഉണ്ട്. പിന്നെന്താണ്, തൈറോ കാൽസിറ്റോണിൻ ഉണ്ട്. ഈ മൂന്നെണ്ണമാണ് മെയിൻ ആയിട്ട് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്. തൈറോ കാൽസിറ്റോണിനെ നമ്മൾ ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ എന്നും കൂടി പറയും. തൈറോ കാൽസിറ്റോണിനെ ഹൈപ്പർ കാൽസിമിക് ഹോർമോൺ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ടെട്രാ അയഡോ തൈറോണിനും ട്രൈ അയഡോ തൈറോണിനും തൈറോ കാൽസിറ്റോണിനും ആണ് മെയിൻ ആയിട്ട് ആര് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, തൈറോയിഡ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ടെട്രാ അയഡോ തൈറോണിനും ട്രൈ അയഡോ തൈറോണിനും മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല് നമ്മുടെ ബേസൽ മെറ്റാബോളിക് റേറ്റിനെ റെഗുലേറ്റ് ചെയ്യാണ് ചെയ്യുക. പിന്നെ ആർബിസിന്റെ ഫോർമേഷനിലും ഇൻവോൾവ് ആയിട്ടുണ്ട്. ഓക്കെ, ഡിസോർഡേഴ്സ് അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക്. ഓക്കെ, ഇനി എന്താണ്, തൈറോ കാൽസിറ്റോണിൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഹൈപ്പർ കാൽസിമിക് ആയിട്ടുള്ള ഹോർമോൺ ആണ്. അവരെന്താ ചെയ്യുന്നത്, അവരുടെ ഫംഗ്ഷൻ ഡിക്രീസ് ദ ബ്ലഡ് കാൽഷ്യം ലെവൽ, ബ്ലഡിലുള്ള കാൽഷ്യം ലെവലിൽ എന്ത് ചെയ്യാണ്, ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്.
അപ്പൊ നമ്മൾ തൈറോയിഡ് ഗ്ലാൻഡിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ ട്രക്കിയയുടെ രണ്ട് സൈഡിലുമായിട്ടാണ് ആരെ കാണുന്നത്? തൈറോയിഡ് ഗ്ലാൻഡിനെ കാണുന്നത്. ട്രക്കിയയുടെ രണ്ട് സൈഡിലുമായിട്ട്. അപ്പൊ തന്നെ നമുക്കറിയാം എന്തുണ്ട്? രണ്ട് ലോബ്സ് കൊണ്ടാണ് രണ്ട് ലോബ്സ് ആണ് ഉള്ളത് അവർക്ക്. ഓക്കെ, ട്രക്കിയയുടെ രണ്ട് സൈഡിൽ എന്ന് പറയുമ്പോൾ അവർക്ക് രണ്ട് ലോബ്സ് ആണ് കാണുന്നത്. അതെങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? വിത്ത് ഇസ്തുമസ്. ഇസ്തുമസ് കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ രണ്ട് ലോബും കണക്ട് വെച്ചിട്ടുള്ളത്. നമ്മളൊരു തൈറോയിഡ് ഗ്ലാൻഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഫോളിക്കിൾസും സ്ട്രോമൽ ടിഷ്യൂസും കാണാൻ പറ്റും. ഫോളിക്കിൾ ടിഷ്യൂസും സ്ട്രോമൽ ടിഷ്യൂസും കാണാൻ പറ്റും. ഓക്കെ, ഫോളിക്കിൾ ടിഷ്യൂസും സ്ട്രോമൽ ടിഷ്യൂസും കാണാൻ പറ്റും. തൈറോയിഡ് ഗ്ലാൻഡ് കമ്പോസ്ഡ് ഓഫ് ഫോളിക്കിൾ ടിഷ്യൂസ് ആൻഡ് സ്ട്രോമൽ ടിഷ്യൂസ്. ഈ ഒരു ഫോളിക്കിൾ എന്ന് പറയുന്ന ഇത് അല്ലെങ്കിൽ ഫോളിക്കിൾ ടിഷ്യൂസ് കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? ഫോളിക്കുലാർ സെൽസ് കൊണ്ടാണ്. ഓക്കെ, ഫോളിക്കിള് അല്ലെങ്കിൽ സ്ട്രോമൽ ടിഷ്യൂസ് കാണാൻ പറ്റും. ഫോളിക്കിള് കമ്പോസ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ്? സെൽസ് കൊണ്ടാണ്. ഓക്കെ, ഈ ഫോളിക്കുലാർ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞിട്ടുള്ള 3 ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യുന്നത്. ഈ ഫോളിക്കുലാർ സെൽസ് ആണ് ഈ 3 ഹോർമോൺസിനെയും സെക്രീറ്റ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ടെട്രാ അയഡോ തൈറോണിൻ എന്ന് പറയുന്ന തൈറോക്സിൻ ഹോർമോൺ ഉണ്ട്. ട്രൈ അയഡോ തൈറോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. പിന്നെ ഇതാണ് തൈറോ കാൽസിറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മള് നോക്കുകയാണ് ഈ ഒരു അയഡിൻ ആണ് എന്ത് ഈ ഒരു തൈറോയിഡ് ഗ്ലാൻഡിന്റെ എസെൻഷ്യൽ ആയിട്ടുള്ള അതിന്റെ വർക്കിനൊക്കെ എസെൻഷ്യൽ ആയിട്ട് വേണ്ട ഒരാള് അല്ലെ. ഓക്കെ, അപ്പം അയഡിന് നമ്മുടെ തൈറോയിഡ് ഹോർമോൺസിന്റെ സിന്തസിസിന് എസെൻഷ്യൽ ആണ്. കാരണം എന്താ? ടെട്രാ അയഡോ തൈറോണിൻ അല്ലെങ്കിൽ ട്രൈ അയഡോ തൈറോണിൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്താണ്? അയഡിൻ അടങ്ങിയിട്ടുണ്ട് അല്ലെ. അപ്പം ഈ ഒരു അയഡിൻ ഡെഫിഷ്യൻസി വരുമ്പോ അല്ലെങ്കിൽ അയഡിൻ അത് വേണ്ടത്ര ലഭിക്കാതിരിക്കുമ്പോ എന്താണ് വരിക? ഹൈപ്പോതൈറോയിഡിസം വരും. എന്ത് വരും? ഹൈപ്പോതൈറോയിഡിസം വരും. അധികം എന്തുണ്ടാവില്ല? തൈറോയിഡ് ഹോർമോൺസ് അധികം ആവില്ല. എന്ത് വരുമ്പോ? അയഡിന്റെ ഡെഫിഷ്യൻസി വരുമ്പോ. അപ്പം അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് വരും. തൈറോയിഡ് ഗ്ലാൻഡ് അങ്ങ് വീർത്ത് എൻലാർജ് ആവും. ആ ഒരു സ്റ്റേജിനെ നമ്മൾ കോമൺലി എന്താണ് വിളിക്കുക? ഗോയിറ്റർ എന്നാണ് വിളിക്കുക. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡ് അയഡിന്റെ ഡെഫിഷ്യൻസി വരുമ്പം ഹൈപ്പോതൈറോയിഡിസം വരും. ഹൈപ്പോതൈറോയിഡിസം എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ തൈറോയിഡ് ഹോർമോൺസിന്റെ അളവ് കുറയുന്നത്. ഓക്കെ, അങ്ങനെയാവുമ്പോ എന്ത് പറ്റും? നമ്മുടെ തൈറോയിഡ് ഗ്ലാൻഡ് അങ്ങോട്ട് എൻലാർജ് ചെയ്ത് ഇങ്ങനെ വീർത്ത് വരും. അപ്പൊ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺലി ഗോയിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അത് ഹൈപ്പോതൈറോയിഡിസം തന്നെയാണ്. ഇനി ഹൈപ്പോതൈറോയിഡിസം നമ്മൾ പ്രഗ്നൻസി പീരീഡിലൊക്കെ വരുവാണെങ്കിൽ എന്താണ്? ആ ഒരു ഇതിൽ ഉണ്ടാവുന്ന കുട്ടിക്ക് എന്ത് പറ്റും? ചിലപ്പോൾ സ്റ്റണ്ട് ഗ്രോത്ത് ആയിരിക്കും. സ്റ്റണ്ട് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ക്രെറ്റിനിസം ആണ്. ഓക്കെ, ഗ്രോത്ത് നടക്കാതെ സ്റ്റണ്ട് ആയിട്ടുള്ള ഗ്രോത്ത്, മര്യാദയ്ക്ക് ഗ്രോത്ത് നടക്കില്ല. ഓക്കെ, ഇപ്പൊ സ്റ്റണ്ട് ഗ്രോത്ത് ഉള്ള അതിനെ ക്രെറ്റിനിസം എന്നാണ് പറയാ. മര്യാദയ്ക്ക് ഗ്രോത്ത് നടക്കാതുള്ള ബേബീന്. ഓക്കെ, ക്രെറ്റിനിസം അത് കാണും. പിന്നെന്താണ്? മെന്റൽ റിട്ടാർഡേഷൻ ചിലപ്പോൾ ഉണ്ടാവും. എങ്ങനെയാ? നമ്മുടെ മെന്റൽ കപ്പാസിറ്റി ഭയങ്കര കുറവായിരിക്കും. മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. ലോ ഇന്റലിജൻസ് കോഷ്യന്റ് ഉള്ള ബേബീസ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെന്താണ്? അബ്നോർമൽ സ്കിൻ ആയിരിക്കും. അവർക്ക് സൗണ്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ഹൈപ്പോതൈറോയിഡിസം വരികയാണെങ്കിൽ ഉണ്ടാവുന്ന ബേബിക്ക് എന്തൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്? അവരുടെ ഗ്രോത്ത് സ്റ്റണ്ട് ആയിട്ട് നിൽക്കാനുള്ള ചാൻസ് ഉണ്ട്. അധികം ഗ്രോത്ത് വരാതെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്? മെന്റൽ റിട്ടാർഡേഷൻ, ലോ ഇന്റലിജൻസ് കോഷ്യന്റ്, അബ്നോർമൽ സ്കിന്ന്, പിന്നെ ഡഫ് ആയിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റണ്ട് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതിന് എന്താണ്? ക്രെറ്റിനിസം എന്നാണ് പറയാ. കുട്ടികളിൽ സ്റ്റണ്ട് ഗ്രോത്ത് കാണുകയാണെങ്കിൽ. ഓക്കെ, ഇനി നമ്മൾ ഡിസോർഡേഴ്സ് ആയിട്ട് എടുത്ത് നോക്കുമ്പോൾ ഇപ്പൊ നമ്മൾ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ലോസ് തൈറോക്സിൻ ഡ്യൂ ടു ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ. അയഡിന്റെ ഡെഫിഷ്യൻസി മൂലം തൈറോക്സിൻ അല്ലെങ്കിൽ അതുപോലെയുള്ള ഹോർമോൺസിനെ ഉണ്ടാക്കാൻ പറ്റാതെ വരുമ്പം എന്ത് പറ്റും? തൈറോയിഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് നടക്കുകയാണെങ്കിൽ അതെന്താണ്? ഗോയിറ്റർ ആണ് അല്ലെ. പിന്നെ പ്രഗ്നൻസിയിൽ ഇതുപോലെ ഒരു എന്താണ്? ഹൈപ്പോതൈറോയിഡിസം വരികയാണ്. അധികം തൈറോയിഡ് ഹോർമോണിന് കിട്ടുന്നില്ല എങ്കിൽ എന്താണ് വരിക? കുട്ടികളിൽ സ്റ്റണ്ട് ഗ്രോത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. സ്റ്റണ്ട് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അതിന് എന്താണ് പറയുന്നത്? ക്രെറ്റിനിസം എന്നാണ് പറയുന്നത്.
ഓക്കെ, അത് മാത്രമല്ല മെന്റൽ റിട്ടാർഡേഷൻ IQ ഉള്ള കുട്ടികളാവാം, പിന്നെന്താണ് അബ്നോർമൽ സ്കിൻ ആവാം, ഡഫ് ആവാം കുട്ടികൾ, ഡഫ് അല്ലെങ്കിൽ മ്യൂട്ടിസം വരാം. പിന്നെ ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിള്, എന്താണ് ഇറഗുലർ ആയിട്ടുള്ള മെൻസ്ട്രൽ സൈക്കിളും ഈ ഒരു ഹൈപ്പോതൈറോയിഡിസം വഴി വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ഇതുവരെ നമ്മൾ എന്താണ് അയോഡിൻ മര്യാദക്ക് കിട്ടാതെ നമുക്ക് എന്താണ് ലോ സിന്തസിസ് ഓഫ് തൈറോയിഡ് ഹോർമോൺസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാലോ, വെച്ചാൽ ക്യാൻസർ ഒക്കെ പോലെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമ്മുടെ ഈ ഒരു തൈറോയിഡ് ഗ്ലാൻസ് അമിതമായിട്ട് ഈ ഒരു തൈറോക്സിനോ അല്ലെങ്കിൽ അതുപോലുള്ള ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും അളവിൽ നമുക്ക് വേണ്ട ആവശ്യമില്ല. ഓക്കെ, അങ്ങനെ ആവുമ്പം ഓവർ സെക്രേഷൻ വരികയാണെങ്കിൽ എന്തുണ്ടാവും, ചിലപ്പം ഈ ഒരു തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ്മെന്റ് കാണാം, തൈറോയിഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് തന്നെ കാണാം, ഗോയിറ്ററിനെ പോലെ തന്നെ തൈറോയിഡ് ഗ്ലാൻഡ് എൻലാർജ് ചെയ്ത് കാണാം. ഡിഫറെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ പ്രൊട്രൂഡർ ആയിട്ടുള്ള ഐബോൾ ഒക്കെ ഇങ്ങനെ തള്ളി പ്രൊട്രൂഡ് ചെയ്തിട്ട് കാണാം. ഓക്കെ, ഇങ്ങനെയുള്ളതാണ് കാണുന്നതെങ്കിൽ അതിനെ എക്സോതാൽമിക് ഗോയിറ്റർ എന്നാണ് പറയുന്നത്. എന്താണ് എക്സോതാൽമിക് ഗോയിറ്റർ? തൈറോയിഡ് ഗ്ലാൻഡിന്റെ എൻലാർജ്മെന്റ് കാണാം, അതുപോലെ തന്നെ എന്താണ് പ്രൊട്രൂഡഡ് ആയിട്ടുള്ള ഐബോൾ ഒക്കെ ഇങ്ങനെ പ്രൊട്രൂഡഡ് ഐബോള് എന്താണ് ഉന്തി ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന ആ ഒരു രീതിയിലൊക്കെ കാണാം. അതാണെങ്കിൽ എന്താണ് എക്സോതാൽമിക് ഗോയിറ്റർ ആണ്. ഓക്കെ, എക്സോതാൽമിക് ഗോയിറ്റർ ആണ്. ഇനി ഈ ഒരു ഹൈപ്പർ തൈറോയിഡിസം കുറെ ഹോർമോൺസ് ഒക്കെ വന്നതായിട്ട് മെറ്റബോളിസം അങ്ങോട്ട് ഇൻക്രീസ് ചെയ്ത് വെയിറ്റ് ലോസ് ഒക്കെ വരുവാണെങ്കിൽ, മെറ്റബോളിസം ഇൻക്രീസ് ചെയ്തു ഒരാൾക്ക് വെയിറ്റ് ലോസ് ഒക്കെ വന്നു, അങ്ങനെയുള്ളതിനാണെങ്കിൽ നമുക്ക് എന്താ പറയാ, ഗ്രേസ് ഡിസീസ് എന്നാണ് പറയാം. ഓക്കെ, ഗ്രേസ് ഡിസീസ് എന്നാണ് പറയാം. അതെന്ന് വെച്ചാൽ മെറ്റബോളിസം കൂടുകയാണ്, വെയിറ്റ് ലോസ് നല്ലോണം വെയിറ്റ് ലോസ് ചെയ്യുകയും ചെയ്തു. അങ്ങനെയുള്ള ഡിസീസിനെ നമ്മൾ എന്താ പറയുന്നത്, ഗ്രേസ് ഡിസീസ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് തൈറോയിഡ് അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് കൊണ്ട് ഉണ്ടാവുന്ന ഡിസോർഡേഴ്സ്. നമ്മൾ ഇനി തൈറോയിഡ് ഹോർമോൺസിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നുണ്ട് അവര്, ബേസൽ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലെ, ബേസൽ മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, റെഡ് ബ്ലഡ് സെൽസിന്റെ ഫോർമേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റെഡ് ബ്ലഡ് സെൽസിന്റെ ഫോർമേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് റെഡ് ബ്ലഡ് സെൽസിന്റെ ഫോർമേഷനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെന്താ, കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഇവരുടെയൊക്കെ മെറ്റബോളിസത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതാണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഇതിന്റെയൊക്കെ മെറ്റബോളിസത്തിനെ എന്ത് ചെയ്യുന്നുണ്ട്, കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ വാട്ടറും ഇലക്ട്രോലൈറ്റും ഇതിന്റെയൊക്കെ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. വാട്ടർ, ഇലക്ട്രോലൈറ്റ് ഇതിന്റെയൊക്കെ ബാലൻസിനെ, ശരീരത്തില് വാട്ടർ, ഇലക്ട്രോലൈറ്റ് ഇതിന്റെയൊക്കെ ബാലൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, തൈറോയിഡ് ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഗ്ലാൻഡ് ഏതാണ്, നെക്സ്റ്റ് ഗ്ലാൻഡ് ഏതാണ്, കണ്ടോ നിങ്ങള്? നെക്സ്റ്റ് നമുക്ക് പറയാനുള്ള ഗ്ലാൻഡ് ഏതാണ്, പാരാതൈറോയ്ഡ്. അതെ, പാരാതൈറോയിഡ് ഗ്ലാൻഡ് ആണ്. തൈറോയിഡ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ ഓരോ തൈറോയിഡ് ഗ്ലാൻഡ് തന്നെ എങ്ങനെയാണ്, രണ്ട് ലോബായിട്ടാണ് കാണുന്നത് അല്ലെ. ആ ഓരോ ലോബിലും ഓരോ പേര് പാരാതൈറോയിഡ് ഗ്ലാൻഡ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ഓരോ തൈറോയിഡ് ഗ്ലാൻഡിന്റെ ലോബിലും അതിനെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഒരു പേര് പാരാതൈറോയിഡ് ഗ്ലാൻഡ് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഒരു ഗ്ലോബില് അല്ലെങ്കിൽ ഒരു ലോബില് ഒരു പേരുണ്ടെങ്കിൽ രണ്ട് ലോബിലും കൂടി ആയിട്ട് രണ്ട് പേര് പാരാതൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാകും അല്ലെ. അപ്പം മൊത്തമായിട്ട് 4 പാരാതൈറോയിഡ് ഗ്ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. ഓക്കെ, തൈറോയിഡ് ഗ്ലാൻഡിന്റെ ബാക്ക് സൈഡിലായിട്ട് ഓരോ ഗ്ലാൻഡിന്റെ ലോബിലും ഒരു പെയർ വീതം എന്ത് കാണുന്നുണ്ട്, പാരാതൈറോയിഡ് ഗ്ലാൻഡ് കാണുന്നുണ്ട്. അവരെന്തിനാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവര്
പെപ്റ്റൈഡ് ഹോർമോൺ ആയിട്ടുള്ള പാരാതൈറോയിഡ് ഹോർമോൺസിനെ പെപ്റ്റൈഡ് ഹോർമോൺസ് ആയിട്ടുള്ള പാരാതൈറോയിഡ് ഹോർമോൺസിനെയാണ് എന്ത് ചെയ്യുന്നത്, സെക്രീറ്റ് അല്ലെങ്കിൽ സെക്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, പാരാതൈറോയിഡ് ഹോർമോൺ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ബോഡിയുടെ കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ബോഡിയിലുള്ള കാൽസ്യത്തിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നവരാണ് ആര്, പാരാതൈറോയിഡ് ഹോർമോൺസ്. ഓക്കെ, കാൽസ്യത്തിന്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നവരാണ് ആര്, പാരാതൈറോയിഡ് ഹോർമോൺസ്. അതിനെ ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നേരത്തെ ഒരു ഇതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓർമ്മയുണ്ടോ? തൈറോകാൽസിറ്റോണിൻ ഹൈപ്പോകാൽസിമിക് ആയിട്ടുള്ള ഹോർമോൺ ആണ്. അത് ബ്ലഡിലുള്ള എന്താണ് കാൽസ്യത്തിന്റെ ലെവലിനെ ഡിക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പാരാതൈറോയിഡ് ഹോർമോൺസ് എന്താണ് ചെയ്യുന്നത്, ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവലിനെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഓക്കെ, എങ്ങനെയൊക്കെയാണ് കാൽസ്യത്തിന്റെ ലെവലിനെ നമ്മൾ ബ്ലഡിൽ ഇൻക്രീസ് ചെയ്യുന്നത്, പാരാതൈറോയിഡ് ഹോർമോൺ എങ്ങനെയാണ് ബ്ലഡിലുള്ള കാൽസ്യത്തിന്റെ ലെവലിനെ ഇൻക്രീസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ബോണിൽ എന്തുണ്ട്, കാൽസ്യം സോൾട്സ് ഇല്ലേ, അതിനെ അങ്ങോട്ട് റീഅബ്സോർബ് ചെയ്യും. ഓക്കെ, ബോണിലുള്ള കാൽസ്യം സോൾട്സിനെ എന്ത് ചെയ്യും, ശരീരത്തിൽ അങ്ങോട്ട് റീഅബ്സോർബ് ചെയ്യും. അതിന് എന്തൊക്കെയാണ് പറയാ, ഡിസൊല്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡീമിനറലൈസേഷൻ എന്ന് പറയും. ഓക്കെ, ഡിസൊല്യൂഷൻ എന്ന് പറയും, അല്ലെങ്കിൽ ഡീമിനറലൈസേഷൻ എന്നും പറയും. ഓക്കെ, റീഅബ്സോർപ്ഷൻ ഓഫ് എന്താണ്, കാൽസ്യം സാൾട്ട്സ് ഫ്രം ബോൺ. ഓക്കെ, പിന്നെ റീനൽ ടിബ്യൂൾസിൽ നിന്ന് അവിടെ നിന്നും എന്തുണ്ടാവുന്നുണ്ട്, കാൽസ്യം സാൾട്ട്സ് കുറെ നമ്മൾ ഗ്ലോമറുലാ ഫിൽട്രേറ്റിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം അവയെ എന്ത് ചെയ്യും, നല്ല രീതിയിൽ റീഅബ്സോർബ് ചെയ്യും, ശരീരത്തിലേക്ക് തന്നെ റീഅബ്സോർബ് ചെയ്യും. പിന്നെ എന്താണ്, ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ഫുഡിൽ നിന്നും കാൽസ്യത്തിന്റെ റീഅബ്സോർപ്ഷനെ ഇൻക്രീസ് ചെയ്യിപ്പിക്കും. പിന്നെ എന്താണ്, TCHഉം ഈ ഒരു അവർ രണ്ടുപേരുമാണ് എന്ത് ചെയ്യുന്നത്, കാൽസ്യത്തിന്റെ ബാലൻസിനെ ബോഡിയിൽ റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, തൈറോയിഡ് കാൽസിറ്റോണിൻ അല്ലെങ്കിൽ അതും പിന്നെ നമ്മുടെ പാരാതൈറോയിഡ് ഗ്ലാൻഡിന്റെ എന്താണ്, പാരാതൈറോയിഡ് ഹോർമോൺ, ഇത് രണ്ടും കൂടിയാണ് എന്ത് ചെയ്യുന്നത്, കാൽസ്യം ബാലൻസ്, ബോഡിയിലുള്ള കാൽസ്യം ബാലൻസിനെ റെഗുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിനെ ഒന്ന് ബാലൻസ് ആക്കി നിർത്തുന്നത്. നെക്സ്റ്റ് ഗ്ലാൻഡ് എന്താണ്, തൈമസ് ഗ്ലാൻഡ് ആണ്. തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ തൈമോസിൻ എന്ന് പറഞ്ഞിട്ടുള്ള പെപ്റ്റൈഡ് ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. തൈമോസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള പെപ്റ്റൈഡ് ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരെവിടെയാണ് കാണുന്നത്, ഒരു ലോബുലാർ സ്ട്രക്ചർ തന്നെയാണ്. അവർ എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ രണ്ട് ലെങ്സിന്റെ ഇടയിലായിട്ട്, ബിറ്റ്വീൻ ലെങ്സ്, രണ്ട് ലെങ്സിന്റെ ഇടയിലായിട്ട് സ്റ്റേണത്തിന് പുറകിലായിട്ട് അയോട്ടയുടെ വെൻട്രൽ സൈഡിലായിട്ട്. ഓക്കെ, അയോട്ടയുടെ വെൻട്രൽ സൈഡില് സ്റ്റേണത്തിന് പുറകിലായിട്ട് ലെങ്സിന്റെ ഇടയിലായിട്ടാണ് ആരെ കാണുന്നത്, തൈമസ് ഗ്ലാൻഡിനെ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇവർ എന്തിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഇമ്മ്യൂണിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതില് ഒരു സിഗ്നിഫിക്കന്റ് റോൾ ഉണ്ട്, അവർ ഇമ്മ്യൂണിറ്റിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ്, T ലിംഫോസൈറ്റ്സിന്റെ ഡിഫറൻസിയേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അവര്. ഓക്കെ, T ലിംഫോസൈറ്റ്സിന്റെ ഡിഫറൻസിയേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ്, T ലിംഫോസൈറ്റ്സിന്റെ ഡിഫറൻസിയേഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ആര്, തൈമസ് ഗ്ലാൻഡിന്റെ തൈമോസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സെക്രീഷൻസ്. ഓക്കെ, ആ T ലിംഫോസൈറ്റ്സ് എന്താ ചെയ്യുന്നത്, സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പം സെൽ മീഡിയേറ്റഡ് നെ ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു തൈമോസിൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ആന്റിബോഡി പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാനും ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, തൈമസ് ഗ്ലാൻഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആന്റിബോഡി
പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യാൻ. അതെന്താണ്? ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണ് അല്ലെ. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി അല്ലെ, ആന്റിബോഡീസ് ഡയറക്റ്റ് ആയിട്ട് എന്തിലേക്കാണ് പോകുന്നത്? ബ്ലഡിലേക്കാണ് പോകുന്നത് അല്ലെ. അപ്പം അതെന്താണ്? ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി ആണ്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിലുള്ള ആന്റിബോഡീസിന്റെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിലുള്ള ലിംഫോസൈറ്റ്സിന്റെ ഡിഫറൻസിയേഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? തൈമസ് ഗ്ലാൻഡിന്റെ സെക്രീഷൻസ് ആയിട്ടുള്ള തൈമോസിൻസ് ആണ്. ഓക്കെ. പിന്നെ തൈമസ് ഗ്ലാൻഡ് എന്ത് ചെയ്യും? ഇൻഡിവിജ്വൽ ഇങ്ങനെ ഏജ്ഡ് ആവുന്നതിനനുസരിച്ച് ഈ ഒരു തൈമസ് ഗ്ലാൻഡ് ഡീജനറേറ്റ് ചെയ്യും. ഓക്കെ, തൈമസ് ഗ്ലാൻഡ് അങ്ങ് ഡീജനറേറ്റ് ചെയ്തു പോകും ഏജ്ഡ് ഇൻഡിവിജ്വൽസിൽ. അതുകൊണ്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അധികം തൈമോസിൻസ് ഒന്നും സെക്രേറ്റ് ചെയ്യാൻ പറ്റാണ്ട് ഒരു ഇതായിട്ട് അധികം ഫംഗ്ഷൻ ഒന്നും ഇല്ലാണ്ട് ആരാവും? തൈമസ് ഗ്ലാൻഡ് ആവും. അതുകൊണ്ട് തന്നെയാണ് എന്താണ് ഓൾഡ് ഭയങ്കര ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവരുടെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഭയങ്കര വീക്ക് ആയിരിക്കും അല്ലെ. അവർക്ക് പെട്ടെന്ന് അസുഖം വരാനും അങ്ങനെയുള്ള ചാൻസ് ഉണ്ട്. അവരുടെ ഇമ്മ്യൂൺ സിസ്റ്റം, ഇമ്മ്യൂൺ റെസ്പോൺസ്, അതിനോട് എന്തെങ്കിലും ഇതിനോടൊക്കെ റെസ്പോണ്ട് ചെയ്യാനുള്ള ഇമ്മ്യൂൺ റെസ്പോൺസ് ഒക്കെ വീക്കായിരിക്കും. അതിന്റെ കാരണം എന്താണ്? ഈ ഒരു സെൽ മീഡിയേറ്റഡ് ഇമ്മ്യൂണിറ്റിയിലുള്ള ടി ലിംഫോസൈറ്റ്സിന്റെ ഡിഫറൻസിയേഷന് ഹെൽപ്പ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിലുള്ള ആന്റിബോഡിന്റെ പ്രൊഡക്ഷനെ ഇൻക്രീസ് ചെയ്യുന്നതുമായിട്ടുള്ള തൈമസ് ഗ്ലാൻഡിന്റെ സെക്രീഷൻ ആയിട്ടുള്ള തൈമോസിൻസ് എന്തായിരിക്കും? ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറവായിരിക്കും. എങ്കിൽ എന്തുണ്ടാവില്ല? അധികം കാണില്ല അവർക്ക്. നെക്സ്റ്റ് ഏതാണ്? അഡ്രിനൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാൻഡ് ആണ്. ഓക്കെ, അഡ്രിനൽ ഗ്ലാൻഡിന് രണ്ട് പാർട്ട് ഉണ്ട്. എന്താണ്? ഔട്ടർ കോർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടും ഉണ്ട്, ഇന്നർ മെഡുല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടും ഉണ്ട്. ഓക്കെ, കോർട്ടെക്സ് ആൻഡ് മെഡുല എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് പാർട്ട് ഉണ്ട്. ഇവരെ എവിടെയാണ് കാണുന്നത്? ഇത് കണ്ടോ, കിഡ്നിയുടെ മുകളിലായിട്ടാണ് കാണുന്നത് അല്ലെ. ഓരോ കിഡ്നിയുടെ മുകളിലായിട്ടാണ് ഇവരെ കാണുന്നത്. ഓക്കെ, രണ്ട് പാർട്സ് ഉണ്ട്, കോർട്ടെക്സും ഇന്നർ മെഡുലയും. ഇതാണ് മെഡുല്ല റീജിയൻ എന്ന് പറയുന്നത്. ഈ മൂന്ന് പാർട്ടാണ് എന്ത്? കോർട്ടെക്സ് എന്ന് പറയുന്നത്. കോർട്ടെക്സിന്റെ ഏറ്റവും എന്താണ് ഉള്ളിലുള്ള ആ ഒരു പാർട്ടിനെ നമ്മൾ എന്താ പറയുന്നത്? സോണ റെറ്റിക്കുലാരിസ് എന്നാണ് പറയുന്നത്. പിന്നെ എന്തുണ്ട്? സോണ ഫാസിക്കുലേറ്റ ഉണ്ട്, പിന്നെ സോണ ഗ്ലോമറുലോസ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് പാർട്ട് ഉണ്ട്. ആ മൂന്ന് പാർട്ടും കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? ഗ്ലാൻഡിന്റെ കോർട്ടെക്സ് റീജിയൻ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ മെഡുല്ല, ഏറ്റവും ഇന്നർ ആയിട്ടുള്ള മെഡുല്ല റീജിയൻ എന്തിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്? കാറ്റക്കലാമൈൻസിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്. കാറ്റക്കലാമൈൻസ് എന്താ? കാറ്റക്കലാമൈൻസ് എന്താ? ഏതിനെയൊക്കെയാണ് നമ്മൾ കാറ്റക്കലാമൈൻസ് എന്ന് പറയുന്നത്? പറഞ്ഞേ. നിങ്ങൾക്ക് നല്ലോണം അറിയുന്ന രണ്ട് ഹോർമോൺസ് ആണ് അതിൽ വരുന്നത്. കാറ്റക്കലാമൈൻസ് എന്ന് പറയുന്നത് അതിൽ വരുന്നത് അറിയാമോ? ഓക്കെ, കാറ്റക്കലാമൈൻസ് എന്ന് പറയുമ്പോൾ അതില് ഏതൊക്കെയാണ്? അഡ്രിനാലിനും നോറഡ്രിനാലിനും ആണ് വരുന്നത്. ഓക്കെ, അഡ്രിനാലിനും നോറഡ്രിനാലിനും. അഡ്രിനാലിന് വേറൊരു പേര് കൂടി ഉണ്ട്, എന്താണ്? എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞിട്ട്. നോറഡ്രിനാലിന് വേറൊരു പേരുണ്ട്, എന്താണ്? നോർ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പേരുണ്ട്. അപ്പൊ ഇവര് രണ്ടുപേരും കൂടി കൂടിയിട്ടാണ് എന്തുണ്ടാവുന്നത്? കാറ്റക്കലാമൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ പേരിൽ പറയുന്നത്. ഓക്കെ, അത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് എവിടെ നിന്നാണ്? അഡ്രിനൽ കോർട്ടെക്സ് അല്ലെങ്കിൽ മെഡുല്ലയിൽ നിന്ന്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ മെഡുല്ലയിൽ നിന്നാണ്. അഡ്രിനൽ ഗ്ലാൻഡിന്റെ മെഡുല്ലയിൽ നിന്നാണ് എന്ത് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്? കാറ്റക്കലാമൈൻസ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നത്. കോർട്ടെക്സിന് മൂന്ന് റീജിയൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഇന്നർ ആയിട്ടുള്ള റെറ്റിക്കുലാരിസ് ഉണ്ട്. സോണ റെറ്റിക്കുലാരിസ് ഉണ്ട്. സോണ റെറ്റിക്കുലാരിസ് എന്തിനെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്?
ആൻഡ്രോജൻസിനെയാണ് സെക്രേറ്റ് ചെയ്യുന്നത്. ആൻഡ്രോജൻസ് എന്താണ്? മെയിൽ സെക്സ് ഹോർമോൺസ് ആണ് അല്ലെ. അപ്പൊ അതിനെ സെക്രേറ്റ് ചെയ്യുന്ന ആരാണ്? സോണ റെറ്റിക്കുലാരിസ് ആണ്. ഇനി സോണ വാസിക്കുലേറ്റ അത് എന്തിനെയാണ് സെക്രേറ്റ് ചെയ്യുന്നത്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനെയാണ് സെക്രേറ്റ് ചെയ്യുന്നത്. എന്തിനെയാണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനെ. ഓക്കെ, അതിന്റെ മിഡിൽ ലെയർ ആയിട്ടുള്ള സോണ വാസിക്കുലേറ്റ സെക്രേറ്റ് ചെയ്യുന്ന എന്തിനെയാണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിനെയാണ്. ഇനി ഔട്ടർ ലെയർ ആയിട്ടുള്ള സോണ ഗ്ലോമറുലോസ അതെന്തിനെയാണ്? മിനറൽ കോർട്ടിക്കോയിഡ്സിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെക്രേറ്റ് ചെയ്യുന്നത് ആരെയാണ്? മിനറൽ കോർട്ടിക്കോയിഡ്സിനെയാണ്. അപ്പം ഹോർമോൺസ്, ഈ പറഞ്ഞിട്ടുള്ള ഹോർമോൺസും അതിന്റെ റോൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഏതാണ്? അഡ്രിനാലിൻ ആൻഡ് നോർ അഡ്രിനാലിൻ ഉണ്ട് അല്ലെ. എമർജൻസി ഹോർമോൺസ് ആണ് അവർ പറയുന്നത് അല്ലെ. എമർജൻസി ഹോർമോൺസ് ആണ് അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിൻ അല്ലെങ്കിൽ കാറ്റക്കലാമൈൻസിനെ പറയുന്നത്. അതെന്താണ്? എമർജൻസി സിറ്റുവേഷൻസിലൊക്കെ സെക്രീറ്റ് ചെയ്യപ്പെടുന്നതാണ്. അവര് റാപ്പിഡ്ലി സെക്രീറ്റ് ചെയ്യപ്പെടുന്നത് ആരാണ്? ഈ ഒരു എമർജൻസി ഹോർമോൺസ് ആണ്. അവരെ എന്തുകൂടി പറയുന്നുണ്ട്? ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് ഹോർമോൺസ് അല്ലെ. എന്താണ്? ഹോർമോൺസ് ഓഫ് ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? നമുക്ക് എന്താണ് പെട്ടെന്നൊരു എമർജൻസി അതിൽ എങ്ങനെ നമുക്ക് റെസ്പോൺസ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് കൊടുക്കുന്നത് ആരാണ്? അഡ്രിനാലിൻ അല്ലെങ്കിൽ നോർ അഡ്രിനാലിനാണ് അല്ലെ. ഇവരെന്താണ് ചെയ്യുന്നത്? അലേർട്ട്നെസ്, ഇൻക്രീസ് അലേർട്ട്നെസ്, പിന്നെ പ്യൂപ്പിലറി ഡയലേഷൻ, നമ്മുടെ പ്യൂപ്പിളിന്റെ എന്താണ്? പൈലോ ഇറക്ഷൻ റേറ്റ് ഇൻക്രീസ് ചെയ്യുക. പിന്നെ എന്താണ്? ഹാർട്ട് കൺട്രാക്ട് ആക്കുക. പിന്നെന്താണ്? പിന്നെ മെയിൻ ആയിട്ട് നോക്കേണ്ടത് എന്ന് വെച്ചാൽ ഒരു ഡിഫറൻസ് വരുന്നത് ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കിയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് ആര്? ഈ ഒരു കാറ്റക്കലാമൈൻസ്. ഗ്ലൂക്കോസ് ആക്കിയിട്ട് നമുക്ക് എനർജി പെട്ടെന്ന് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള ആ ഒരു ഇതിലാക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ലിപ്പിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ലിപ്പിഡ്സിനെ പ്രോട്ടീൻ ചെയ്യാനുള്ളത് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ലിപ്പിഡ്സിനെയും പ്രോട്ടീൻസിനെയും അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലൂക്കോസ് ആവാനുള്ള ആ ഒരു പ്രക്രിയനെ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തത് ഏതാണ് പറയുന്നത്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലൊരു എക്സാമ്പിൾസ് പറയാനാണെങ്കിൽ എന്താണ്? കോർട്ടിസോൾ എന്ന് പറഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ ആയിട്ടുള്ള ഇതാണ്. ഓക്കെ, അവര് മെയിൻ ആയിട്ട് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റാബോളിസത്തിലാണ്. എന്താണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ് അല്ലെ. അപ്പം അവര് മെയിൻ എവിടെയാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്? കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റാബോളിസത്തിലാണ്. അമിനോ ആസിഡ്, ഫാറ്റി ആസിഡ്, ഗ്ലൂക്കോസിന്റെ സിന്തസിസ് ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്നത് അല്ലെ. അമിനോ ആസിഡ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സിൽ നിന്നൊക്കെ എന്താണ് നമ്മള് ഗ്ലൂക്കോസിനെ സിന്തസിസ് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് ഗ്ലൂക്കോനിയോജെനസിസ് എന്ന് പറയുന്നത്. ആ ഗ്ലൂക്കോനിയോജെനസിസിനെ സ്റ്റിമുലേറ്റ് ആർക്ക് കഴിയും? ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് കഴിയുന്നുണ്ട്. ഓക്കെ, പിന്നെ ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിപ്പിഡ്സിനെ ലൈസ് ചെയ്യുന്നതാണ്, ബ്രേക്ക് ഡൗൺ ചെയ്യുക. ലിപ്പിഡ്സിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? ഫാറ്റി ആസിഡ്സ് കിട്ടുന്നുണ്ട്. ആ ഫാറ്റി ആസിഡ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഗ്ലൂക്കോനിയോജെനസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പ്രോട്ടിയോലൈസിസ് നമ്മുടെ പ്രോട്ടീൻസിനെ ആക്കിയിട്ട് അമിനോ ആസിഡ്സ് ഉണ്ടാക്കുക. ഓക്കെ, എന്താണ്? പ്രോട്ടീൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അമിനോ ആസിഡ് ഉണ്ടാക്കുക. ഓക്കെ, പിന്നെന്താണ്? അമിനോ ആസിഡ്സിന്റെ സെല്ലുലാർ അപ്ഡേറ്റിനെയും യൂട്ടിലൈസേഷനെയും ഇൻഹിബിറ്റ് ചെയ്യാൻ ആർക്ക് കഴിയും? ഈ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് കഴിയുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്? കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിനെയും കിഡ്നി ഫങ്ഷൻസിനെയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ ആർക്ക് കഴിയും? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സിന് കഴിയും. കാർഡിയോവാസ്കുലർ സിസ്റ്റം, കിഡ്നി
ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ്. ഓക്കെ, പിന്നെന്താണ്? ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് ആരാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ്. പിന്നെന്താ? ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ശരീരത്തിൽ ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് കൊടുക്കുകയാണ്, സപ്രസ് ചെയ്യുന്നത് ആരാണ്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് ആണ്. ഓക്കെ, പിന്നെ അല്ല RBC നമ്മുടെ റെഡ് ബ്ലഡ് സെൽസിനെ അതിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, RBCന്റെ പ്രൊഡക്ഷൻ എന്താണ്? റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എടുക്കുമ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് എന്താണ്? കോർട്ടിസോൾ ആണ്. എന്തൊക്കെയാണ് ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനുണ്ട് ഗ്ലൂക്കോസുമായിട്ട് എന്തോ ഒരു ബന്ധം അതിനുണ്ട്. അപ്പം എന്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്? ഗ്ലൂക്കോനിയോജെനിസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസിനെ സിന്തസിസ് ചെയ്യുക അല്ലെ? ഗ്ലൂക്കോസിന്റെ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ലിപ്പിഡ്സിന്റെ ബ്രേക്ക് ഡൗണിന്, ലിപ്പോലൈസിസിനെ അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബ്രേക്ക് ഡൗൺ, പ്രോട്ടിയോലൈസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്? അമിനോ ആസിഡ്സിന്റെ യൂട്ടിലൈസേഷനും സെല്ലുലാർ അപ്ഡേറ്റിനെയും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട്. ആര്? ഗ്ലൂക്കോകോർട്ടിക്കോയിഡ്സ്. ഓക്കെ, പിന്നെ എന്താണ്? കാർഡിയോവാസ്കുലാർ സിസ്റ്റവും കിഡ്നി ഫംഗ്ഷൻസും അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാർഡിയോവാസ്കുലാർ സിസ്റ്റത്തിനെയും കിഡ്നി ഫംഗ്ഷനെയും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ ആന്റി ഇൻഫ്ലമേറ്ററി റിയാക്ഷൻസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പ്രൊഡ്യൂസ് ആന്റി ഇൻഫ്ലമേറ്ററി എതിരെയുള്ള റിയാക്ഷൻസ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ സപ്രസ് ചെയ്യുന്നുണ്ട്. ഇമ്മ്യൂൺ റെസ്പോൺസ് സപ്രസ് ചെയ്യുന്നുണ്ട്. RBC റെഡ് ബ്ലഡ് സെൽസിന്റെ പ്രൊഡക്ഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏതാണ്? പിന്നെ ഉള്ളത് മിനറൽ കോർട്ടിക്കോയിഡ്സും സെക്സ് ഹോർമോൺസും ആണ്. മിനറൽ കോർട്ടിക്കോയിഡ്സ് എന്ന് പറയുമ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് ആൽഡോസ്റ്റിറോൺ ആണ്. ഓക്കെ, എക്സാമ്പിൾ പറയാനാണെങ്കിൽ ആൽഡോസ്റ്റിറോൺ ആണുള്ളത്. അതെന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലുള്ള എന്താണ് വാട്ടറിന്റെയും ഇലക്ട്രോലൈറ്റിന്റെയും ഒരു ബാലൻസിനെ റെഗുലേറ്റ് ചെയ്യും. ഓക്കെ, എന്താണ്? വാട്ടറും ഇലക്ട്രോലൈറ്റും അതിന്റെ ബാലൻസ് നമ്മുടെ ബോഡിയിൽ റെഗുലേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ ബോഡി ഫ്ലൂയിഡിന്റെ വോളിയം, ഓസ്മോട്ടിക് പ്രഷർ, ബ്ലഡ് പ്രഷർ, നമ്മുടെ ബോഡിയിലുള്ള ഫ്ലൂയിഡിന്റെ ഓസ്മോട്ടിക് പ്രഷർ, പിന്നെ ബ്ലഡ് പ്രഷർ, ഇതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? മിനറൽ കോർട്ടിക്കോയിഡ്സ് ആണ്. ആൽഡോസ്റ്റിറോൺ പോലെയുള്ള മിനറൽ കോർട്ടിക്കോയിഡ്സ് ആണ്. പിന്നെ ആൽഡോസ്റ്റിറോൺ സ്റ്റിമുലേറ്റ് ദ റീഅബ്സോർപ്ഷൻ ഓഫ് സോഡിയം. Na+ന്റെ റീഅബ്സോർപ്ഷൻ ആരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ആൽഡോസ്റ്റിറോൺ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. ആൽഡോസ്റ്റിറോൺ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Na+ മാത്രമല്ല, എന്താണ്? വാട്ടറിന്റെയും എന്താണ് സോഡിയത്തിന്റെയും റീഅബ്സോർപ്ഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ CO4 അയോൺസ്. ഓക്കെ, ഈ അയോൺസിന്റെ ഒക്കെ എക്സ്ക്രീഷനും ഈ അയോണിന്റെയും വാട്ടറിന്റെയും റീഅബ്സോർപ്ഷനും എവിടെ നിന്ന്? റീനൽ ടിബ്യൂൾസിൽ നിന്ന്. ഈ റീഅബ്സോർപ്ഷനും ഈ അയോൺസിന്റെ ഒക്കെ എക്സ്ക്രീഷൻ നടത്തുന്നത് അല്ലെങ്കിൽ അത് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ആൽഡോസ്റ്റിറോൺ ആണ്. ഈ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ എന്താണ്? സെക്സ് ഹോർമോൺ. ആണ് ചെയ്യുന്നത് ഹെയറിന്റെ ഗ്രോത്ത്, പ്യൂബിക് ഹെയറിന്റെ ഗ്രോത്ത്, ഫേഷ്യൽ ഹെയർ, ഇതിന്റെയൊക്കെ ആക്സിൽ ഹെയർ, പ്യൂബിക് ഹെയർ, ഫേഷ്യൽ ഹെയർ, ഇതിന്റെ ഗ്രോത്ത് സെക്സ് ഹോർമോൺസ് ആണ്. സെക്ഷൽ ക്യാരക്ടേഴ്സ് കാണിക്കാനുള്ളതിനെ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഈ സെക്സ് ഹോർമോൺസ് എന്ന് പറയുന്നത് ആണ്. ഓക്കെ, ഇതിലുള്ള ഒരു ഡിസോർഡർ, ഈ ഒരു ഇതിന്റെ അഡ്രിനൽ ഗ്ലാൻഡ് അതിന്റെ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു ഡിസോർഡർ എന്താണ്? ആഡിസൺസ് ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസ് ആണ് ഉണ്ടാകുന്നത്. എന്താണ്? കോർട്ടിക്കൽ ഹോർമോൺസ്
അതിന്റെ അണ്ടർ പ്രൊഡക്ഷൻ, കോർട്ടിക്കൽ ഹോർമോൺസ് അധികം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല, അവരുടെ അതുകൊണ്ട് ഉണ്ടാകുന്ന കാണുന്നുണ്ട് ആഡിസൺ ഡിസീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസ്. അതെന്തോ എങ്ങനെയാ ഉണ്ടാകുന്നത്? അക്യൂട്ട് വീക്ക്നെസ് ആൻഡ് ഫേറ്റിക്, എപ്പോഴും ഇങ്ങനെ ഭയങ്കര വീക്ക് ആയിട്ടുള്ള ശരീരവും പിന്നെ ഭയങ്കരമായിട്ട് നമുക്ക് ക്ഷീണവും ഫേറ്റിക്കും ഉണ്ടാവാം. അതെന്താണ്? ആഡിസൺസ് ഡിസീസ് ആണ്. കോർട്ടിക്കൽ ഹോർമോൺസിന്റെ അണ്ടർ പ്രൊഡക്ഷൻ കൊണ്ട് ഉണ്ടാവുന്നതാണ്. ഡ്യൂ ടു ലോ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം. എന്താണ്? കാർബോഹൈഡ്രേറ്റിന്റെ മെറ്റാബോളിസം കുറയുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ആഡിസൺസ് ഡിസീസ് ഉണ്ടാവുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് പാൻക്രിയാസ് ആണ്. പാൻക്രിയാസ് എന്ന് പറയുമ്പോൾ എവിടെയാണ് കാണുന്നത്? ലിംസ് ഓഫ് ഡുവോഡിനം. ഡുവോഡിനത്തിന്റെ ലിംസിന്റെ ഇടയിൽ, അതിന്റെ ഇടയിലാണ് എന്ത് കാണുന്നത്? പാൻക്രിയാസ് കാണുന്നത്. ഓക്കെ, അത് ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള കോമ്പോസിറ്റ് ഗ്ലാൻഡ് ആണ്. കോമ്പോസിറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞാല് അവര് ബോത്ത് എക്സോക്രൈൻ ആൻഡ് എൻഡോക്രൈൻ ഗ്ലാൻഡ് ആണ്. ഓക്കെ, പാൻക്രിയാസ് എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ഗ്ലാൻഡ് ആണ്. കോമ്പോസിറ്റ് ഗ്ലാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ എക്സോക്രൈൻ പാർട്ടും ഉണ്ട്, എൻഡോക്രൈൻ പാർട്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ അവർ ഹോർമോൺസിനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ടും കൂടി ഉള്ളത് കൊണ്ട് അവരെ കോമ്പോസിറ്റ് ഗ്ലാൻഡ്സ് എന്നാണ് പറയുന്നത്. അപ്പം എൻഡോക്രൈൻ പാർട്ട്, പാൻക്രിയാസിലുള്ള എൻഡോക്രൈൻ പാർട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടിഷ്യൂ ആണ്. ഓക്കെ, പാൻക്രിയാസിലുള്ള എൻഡോക്രൈൻ പാർട്ട് ഏതാണെന്ന് നിങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ടിഷ്യൂ. ആ ടിഷ്യൂസ് ആണ് എൻഡോക്രൈൻ പാർട്ട്. ഈ ഒരു എൻഡോക്രൈൻ പാർട്ട് അല്ലെങ്കിൽ ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ്, അതില് എന്തുണ്ട്? രണ്ട് ടൈപ്സ് ഓഫ് സെൽസ് നമുക്ക് കാണാൻ പറ്റും. ആൽഫ സെൽസും ഉണ്ട്, ബീറ്റ സെൽസും ഉണ്ട്. ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിൽ ആൽഫ സെൽസും ബീറ്റ സെൽസും നമുക്ക് കാണാൻ പറ്റും. ആൽഫ സെൽസ് ഗ്ലൂക്കഗോണിനെ സെക്രീറ്റ് ചെയ്യുകയും ബീറ്റ സെൽസ് ഇൻസുലിനെ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യും. ആൽഫ സെൽസ് ഗ്ലൂക്കഗോണിനെയും ബീറ്റ സെൽസ് ഇൻസുലിനെയും സെക്രീറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു പെപ്റ്റൈഡ് ആയിട്ടുള്ള ഹോർമോൺ ആണ്. അതെന്തിനാണ്? നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് മെയിൻറ്റെയിൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗ്ലൂക്കഗോൺ എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ഗ്ലൂക്കോസ് ലെവലിൽ, നോർമൽ ആയിട്ടുള്ള ഒരു ഗ്ലൂക്കോസ് ലെവൽ ബ്ലഡിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാരാണ് ആര്? ഗ്ലൂക്കഗോൺ എന്ന് പറയുന്നത്. ഇവര് ഗ്ലൈക്കോജനസിസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. ഗ്ലൈക്കോജനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൈക്കോനിയോജനസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയതായിട്ട് എന്ത് ചെയ്യാ? ഗ്ലൂക്കോസ് ഉണ്ടാക്കി വെക്കുക എന്നാണ് അർത്ഥം. അപ്പൊ ഗ്ലൈക്കോജനലൈസിസ് ഗ്ലൈക്കോജൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലൂക്കോസിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്ലൈക്കോജനായിട്ട് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെ? ഗ്ലൈക്കോജൻ ആയിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗ്ലൈക്കോജനെ ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന ആരാണ്? ആ ഒരു പ്രക്രിയ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഗ്ലൂക്കഗോൺ ആണ്. അപ്പൊ ഗ്ലൂക്കഗോൺ എന്താണ് ചെയ്യുന്നത്? ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആക്കിയാണ് ചെയ്യുന്നത്. ആ പ്രക്രിയക്ക് പറയുന്ന പേര് എന്താണ്? ഗ്ലൈക്കജനോലൈസിസ് എന്നാണ്. ഓക്കെ, ഗ്ലൈക്കജനോസിസ് എന്നാണ്. ഓക്കെ, അങ്ങനെ ഇതാക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവും? നമ്മുടെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടും അല്ലെ? ബ്ലഡിലായാലും ഇതിലൊക്കെ എന്തിനായാലും എന്തുണ്ടാവും? ഗ്ലൂക്കോസിന്റെ അളവ് കൂടും. അങ്ങനെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നതിനാണ് എന്ത് പറയുന്നത്? ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഓക്കെ, ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോജനെ ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്ന എന്താ? ഗ്ലൂക്കജനോലൈസിസ് എന്ന് പറഞ്ഞുള്ള പ്രോസസ് നടക്കുന്നു. അത് ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് ഭയങ്കരമായിട്ട് കൂടും അല്ലെ? ഈ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിലൊക്കെ ഭയങ്കരമായിട്ട് കൂടുന്ന ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് കാണുകയാണെങ്കിൽ അതിന് എന്താ പറയാ? ഹൈപ്പർ ഗ്ലൈസീമിയ എന്നാണ് പറയുക.
നമ്മുടെ ഗ്ലൈക്കോജൻ ആക്കാം. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ അപ്പൊ ഗ്ലൂക്കോസിന്റെ ആവശ്യമില്ലെങ്കിൽ ഗ്ലൂക്കോസ് മുഴുവൻ ഗ്ലൈക്കോജൻ ആയിട്ട് പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റോർ ചെയ്ത് വെക്കുകയാണല്ലേ ചെയ്യാം. അപ്പൊ ഈ ഗ്ലൈക്കോജനെ നമ്മൾ തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് ആരാണ്? ഗ്ലൂക്കോഗൺ ആണ്. ഓക്കെ, അതും പിന്നെ എന്താണ് പുതിയതായിട്ട് ഗ്ലൂക്കോസിന്റെ എന്താണ് അതിനെ പ്രൊഡ്യൂസ് ചെയ്യാം. ഗ്ലൂക്കോനിയോജനസിസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് നടത്താം. ഈ രണ്ട് പ്രോസസ്സും ആവുമ്പോൾ എന്താവും? നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് നല്ല കൂടി നിൽക്കും അല്ലെ. അപ്പൊ ആ ഒരു സ്റ്റേജിനെയാണ് എന്ത് പറയുന്നത്? ഹൈപ്പർ ഗ്ലൈസീമിയ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താണ് നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ ഈ ഒരു ഹൈപ്പർ ഗ്ലൈസീമിയ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതലായിട്ട് നിർത്താൻ എന്ത് ചെയ്യും? ഗ്ലൂക്കോസിന്റെ അപ്ടേക്കും യൂട്ടിലൈസേഷനും എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. ഓക്കെ, ഗ്ലൂക്കോസ് എടുത്ത് യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിന് എന്ത് ചെയ്യും? റെഡ്യൂസ് ചെയ്യും. അതിന്റെ അപ്ടേക്കും അതിന് ചെയ്യും, അങ്ങ് കുറച്ച് കളയും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഗ്ലൂക്കോഗൺ എന്താണ് പറയുന്നത്? ഒരു ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ എന്നാണ് പറയുന്നത്. എന്താണ്? ഹൈപ്പർ ഗ്ലൈസീമിക് ഹോർമോൺ. കാരണം എന്താ? ഗ്ലൂക്കോഗൺ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തില് ഗ്ലൂക്കോസിന്റെ ലെവലിനെ ഹൈ ആയിട്ട് നിർത്തുകയാണ് ചെയ്യുന്നത് അല്ലെ. അതിനെ യൂട്ടിലൈസ് ചെയ്യാനോ അപ്ടേക്ക് ചെയ്യാനോ സമ്മതിക്കില്ല. മാത്രമല്ല ഗ്ലൈക്കോജനെ ഗ്ലൂക്കോസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് വെക്കും. പിന്നെ പുതിയതായിട്ട് ഗ്ലൂക്കോജിനിയോജനസിസ്